പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടം എന്ന് പറഞ്ഞ പോലെയാണ്. അട്ടപ്പാടിയിലും നല്ല അസല് ചൂട് തന്നെയാണ്. അപ്പോൾ ചൂട് താങ്ങാനാവാത്ത ചൂട്. കാരണം ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പണിയാണ്. അവധി ദിവസമാണ്. അട്ടപ്പാടിയിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. നേരെ കയറി നമ്മുടെ മുള്ളി റോഡിൽ ഭവാനിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടമാനം ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾക്ക് മുള്ളി റോഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് മേട്ടുപ്പാളയത്ത് നിന്ന് അടക്കമുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിലൂടെ നമ്മുടെ ഈ ഭവാനി പുഴയിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ചില ഏരിയകൾ ഇപ്പോൾ വൈറലായി പോലും പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, താവളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ലേശം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. മുള്ളി റോഡല്ല, മറ്റൊരു റോഡാണത്. പട്ടിമാളം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അവിടെ നിന്ന് വിവിധ റിസോർട്ടുകളിലേക്കൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്ന വഴികൾ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ നരസിമുക്കിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഇതേപോലെ അവിടെ വൈറലായിട്ടുള്ള ചില ഏരിയകളുണ്ട്. ആളുകൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ ദിനം പ്രതി എന്നോണം വന്ന് കുളിക്കുന്ന ഏരിയയൊക്കെയാണ്. അപ്പം കണ്ടമാനം വേസ്റ്റൊക്കെ ഇട്ടിട്ട് അലമ്പാക്കിയിട്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ. ഈ വരുന്ന ടൂറിസ്റ്റുകളൊന്നും അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ കാര്യമായിട്ടൊരു എന്താ പറയുക, ആ ഒരു മാന്യമായ ടൂറിസം അതൊന്നും അല്ല ആ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നത്. നമുക്ക് ആ ഏരിയ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭവാനിയുടെ ഒരു ഓരത്താണ്. അപ്പം പുഴയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. അതുവഴി നമ്മൾ ബൈക്ക് ഇറക്കി താഴോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ഫാമിലി, ആ ഭാഗത്തുള്ള താമസക്കാരോ മറ്റോ ആണ്. ഇതേപോലെ അവരൊരു മൊത്തം ഫാമിലി വന്നിട്ട് ഇതേപോലെ മീൻ പിടിക്കുകയോ മറ്റോ ചെയ്യുകയാണ് കേട്ടോ. മീൻ കിട്ടുന്നുണ്ടാവാം, അതുകൊണ്ടാണല്ലോ അവരത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 പിള്ളേർ അതിൻ്റെ കൂടെ നീന്തി കളിച്ചുകൊണ്ട് കിടക്കുന്നു. ഒരു വല്യമ്മയും അതിൻ്റെ മകളാണെന്ന് തോന്നുന്നു. അവരെല്ലാവരും കൂടി മീൻ പിടിക്കുന്ന മനോഹരമായിട്ടുള്ള കുറേ അധികം എന്താ പറയുക കാഴ്ചയുടെ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കുറേ അധികം തമിഴൻ ഫാമിലികളൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവർക്കൊന്നും ശല്യമില്ലാത്ത രൂപത്തിൽ അല്പം മാറി മറ്റൊരു ഭാഗത്ത് പോയി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ മൺതിട്ട ആ ഭാഗത്ത് നമ്മൾ സ്റ്റേ ചെയ്തു. ഇതാണ് ഏരിയ. ഇതാ തൊട്ട് മുന്നിൽ പുഴ ഒഴുകുന്നുണ്ട്, പക്ഷേ വെള്ളം വളരെ കുറവാണ്. എന്നാൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് 1.5 ആൾക്കും 2 ആൾക്കും ഒക്കെ വെള്ളമുള്ള ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ ഇടത് ഭാഗത്ത് കാണുന്നത് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ദാ ഈ ഒരു ഭാഗത്തൊക്കെ ഇടത് ഭാഗത്ത്, ഇവിടെയല്ല, അല്പം ഇടത് ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 1.5 ആൾക്കൊക്കെ വെള്ളമുണ്ട്. എന്തായാലും ഒരു കുളിയും പാസ്സാക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു വൈകുന്നേരത്തേക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ എന്നൊക്കെയുള്ള ഒരു ഐഡിയയിൽ ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഏകദേശം 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലെത്തിയതാണ്. നട്ടുച്ച, നല്ല അസൽ ചൂടാണ്. പക്ഷേ ആ ഭാഗത്ത് നല്ല മരങ്ങളുടെ തണലാണ് കേട്ടോ. അതൊക്കെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ ഒരു ദൃശ്യങ്ങളിൽ ഇതേപോലെ ഇതാ ഇപ്പോൾ ഈ കണ്ടത് തന്നെ കേട്ടോ. കുറേ അധികം വേരുകളാണ് അവിടെ നമ്മൾ ഇതേപോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക ടവലല്ല, തോർത്തുമുണ്ടാണത്. അത് യഥാർത്ഥത്തിൽ അത് ഇതേപോലെ വിരിച്ചിട്ട് അതിനകത്ത് അല്പസമയം വിശ്രമിക്കാനാണ് പരിപാടി. കാര്യമായിട്ട് മറ്റ് പരിപാടികളൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് വിഷയമില്ല. 12 മണിക്ക് നല്ല മീൻ കറിയും പൊറോട്ടയും ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് മുക്കാലിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് മുക്കാലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ ഒരു 2 സഹോദരന്മാരുടെ കടയുണ്ട്. അടിപൊളി ചായ, നല്ല അസൽ മീൻ കറി പ്ലസ് മത്തിയാണെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയത് അയിലയായിരുന്നു തോന്നുന്നു. എന്തായാലും കൊള്ളായിരുന്നു. മീൻ കറിയും പൊറോട്ടയും തകർപ്പൻ ഐറ്റമാണ്, കോമ്പി അല്ലേ? നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും അത് കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇതേപോലെ വളരെ എന്താ പറയുക ഒരു 10-15 കിലോമീറ്റർ ദൂരത്തേക്ക്, പിന്നെ 15 പോരാ, ഒരു മൊത്തത്തിൽ നമ്മൾ ഓടിയിട്ടുള്ളത് ഒരു 30 കിലോമീറ്ററോളം നമ്മൾ മണ്ണാർക്കാട്ട് നിന്ന് കയറി വന്നു. ഇപ്പോൾ താവളം ഭാഗത്തേക്ക് ഒരു 22-24 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു മുള്ളി റോഡിന് ഓടിയത്. അവിടെ നിന്ന് താഴോട്ട് ഒരു കയറ്റത്തിൽ നിന്ന് വലത്തോട്ട് പോകുന്ന ഒരു റോഡുണ്ട്, ചെറിയൊരു പോക്കറ്റ് റോഡ്. അതുവഴി നേരെ പുഴയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. പുഴയുടെ കരയിൽ പോയിട്ട് നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ വലിയ ശല്യമൊന്നുമില്ല. ഈ വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ തമിഴന്മാരുടെ ഒരു ഒഴുക്ക് അങ്ങോട്ട് വരുന്നത്. അത് പല ഭാഗങ്ങളിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ നമുക്ക് കാണാനും പറ്റും. ഇതേപോലെ പോയി മലർന്ന് അവിടെ കിടന്നു. ചൂട് നാട്ടിലൊരു രക്ഷയില്ലല്ലോ.
അപ്പോൾ പല ഭാഗത്തും ആൾക്കാർ ഇതേപോലെ കാട്ടിലും മേട്ടിലും ഒക്കെ കഴിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ എന്തായാലും നാട്ടിൽ എല്ലായിടത്തും നമ്മുടെ കൃഷി സ്ഥലത്ത് പോലും നല്ല അസൽ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ കുറേ അധികം സമയം കിടന്നു, ഇരുന്നു, കഥ പറഞ്ഞു. എന്താ പറയുക, മൊബൈലിൻ്റെ ചാർജ് തീർന്നു. യഥാർത്ഥത്തിൽ ആ ചാർജ് തീരുന്നവരെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിതിൽ കാണുന്നത്. കുളിക്കുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ കരുതി, പക്ഷേ അതൊന്നും നടന്നില്ല. അതിന് മുമ്പേ ചാർജ് തീരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ 2 പേരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. കുറേ അധികം റിലാക്സ് ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ വന്നിട്ട് റിലാക്സ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. 12 മണിക്ക് ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ നിന്ന് എണീൽക്കുന്നത് ഏകദേശം 4:30 മണിക്കാണ് കേട്ടോ. 4 മണിക്കാണ്. അപ്പോൾ അത്രയും സമയം ഞങ്ങൾ ഇതേപോലെ നന്നായി റിലാക്സ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം ചൂട് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. യഥാർത്ഥത്തിൽ കണ്ണടച്ച് കുറേ സമയം അധികം ഇങ്ങനെ കടന്നു. ഉറങ്ങിപ്പോകും എന്നുള്ള ഘട്ടം തന്നെ വന്നു ശരിക്കും. പക്ഷേ അപ്പോഴേക്കും വെയിലിങ്ങനെ താഴ്ന്നു വന്നതോടുകൂടി ഒരു 2-3 മണിയായപ്പോഴേക്കും വെയിൽ മുഖത്തേക്ക് അടിക്കുന്ന രൂപത്തിൽ ദൂരെ നിന്നുള്ള രശ്മികൾ വന്നു തുടങ്ങിയതോടുകൂടി ഞങ്ങൾ കിടക്കുന്ന മരത്തണലിൽ വെയിലടിച്ചു തുടങ്ങി. അപ്പോൾ ഉറക്കം അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ പതുക്കെ എണീറ്റിരുന്നു. സ്ഥലം മാറി വീണ്ടും 1 മണിക്കൂറോളം അപ്പുറത്തേക്ക് മാറിയിരുന്നു. വെറുതെ ചുമ്മാ വെടി പറഞ്ഞിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ 2 പേരും. ഞങ്ങൾ കൂടിയാൽ ഇങ്ങനെയാണ്. മറ്റേ പുള്ളിക്ക് എന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും മറ്റും ഞങ്ങളിങ്ങനെ വെടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ കഥകളും വീരഗാഥകളും ഒക്കെ ഇതേപോലെ അയവിറക്കിക്കൊണ്ട് കുറേ അധികം സമയം ഇരുന്നു. ആ സമയത്ത് ഞാൻ 1-2 വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും ചെറിയ ഷോർട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവിടെ നെറ്റ്വർക്ക് എന്തോ നെറ്റ്വർക്കിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ജിയോ സിം ഇപ്പോൾ അടുത്ത് ഞാൻ മാറ്റിയിരുന്നു. പലപ്പോഴും നമുക്ക് ചില ഫോണുകളിൽ ഭയങ്കരമായിട്ട് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഇതേപോലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ജിയോയിൽ നിന്ന് BSNL പോർട്ട് ചെയ്തു. BSNL നിന്ന് വീണ്ടും തിരിച്ചിപ്പോൾ ജിയോയിലേക്ക് പോർട്ട് ചെയ്തിരിക്കുന്നു. 4G ഒക്കെ നമുക്കിവിടെ BSNL അവൈലബിൾ ആണെങ്കിലും അതൊന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. സാംസങ് S23 Ultra എന്ന ഫോണാണ് ഞാനിവിടെ ഈ ഒരു എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ മറ്റൊരു റെഡ്മി ഫോണാണുള്ളത്. അപ്പോൾ അതിൽ സിമ്മ് മാറ്റിയിട്ടു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടു. പക്ഷേ എനിക്ക് ഈ നെറ്റ്വർക്ക് പല സമയത്തും പ്രശ്നങ്ങൾ വരുന്നു. നമ്മളെ വിളിച്ചാൽ കിട്ടാത്ത സ്ഥിതി വരുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും BSNL മാറ്റി ഞാൻ വീണ്ടും പോർട്ട് ചെയ്തിട്ട് ജിയോയിലേക്ക് വന്നു. അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. ഇപ്പം ഏത് സമയത്ത് എവിടെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം സെറ്റപ്പുള്ള ഒരു മൊബൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കുന്ന ദൃശ്യങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് നടക്കും. പക്ഷേ നെറ്റ്വർക്ക് നമുക്ക് എന്തോ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ 1-ാം നമ്പർ സിമ്മ് കിടക്കുന്ന ആ ഒരു സിം നമ്പർ 1-ലല്ല യഥാർത്ഥത്തിൽ എൻ്റെ ജിയോ കിടക്കുന്നത്, 2-ലാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാൽ ചിലപ്പോൾ പ്രശ്നം സോൾവ് ആയേക്കാം എന്ന് ഫ്രണ്ട് പറയുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾ ആ ഒരു ഈവനിങ് കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. റിലാക്സ് ചെയ്ത് യഥാർത്ഥത്തിൽ നല്ല രൂപത്തിൽ എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു ദൃശ്യങ്ങൾ അവസാനിക്കുന്ന അതിനപ്പുറം യഥാർത്ഥത്തിൽ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ അവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഒരു 1.5 ആൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1.5 ആൾക്ക് വെള്ളമുണ്ട്. ആ സമയത്തേക്ക് ഒരു 2 മണി മുതൽ തന്നെ അവിടെ ഞങ്ങൾ കുളിക്കണമെന്ന് കരുതിയ ഭാഗത്ത് ഒരു 5-6 പേര് ആക്റ്റീവായിരുന്നു. അവർ മീൻ പിടിക്കായിരുന്നു. ഈ പൊട്ടുകടല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. ആ കടല ഇതേപോലെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഏതൊക്കെ ഭാഗത്താണ് മീനുള്ളതെന്നൊക്കെ നോക്കിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇതേപോലെ ഈ എന്താ പറയുക, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീനിന് അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നത്. എന്നിട്ട് തപ്പി പിടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകതരം വല നീളത്തിലിട്ടിട്ട് അതുവഴി മീനുകളെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് മീൻപിടുത്തം. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള പരിപാടികളാണ് അവിടെ നടന്നിരുന്നത്. എന്തായാലും ഒരു 3-4 പശുക്കളൊക്കെ അവിടെ മേയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കൊറ്റിയാശാനും നിൽപ്പുണ്ട്. ആൾ താഴേക്ക് ചാടി. തവളകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പേടി, ഇതേപോലെ പാമ്പുണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു കുളി പാസ്സാക്കി 5 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചിറങ്ങി.